അടിപൊളി പടം, അടിപൊളി മൊത്തത്തിൽ പൊളിച്ചടക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് വന്നിട്ടുള്ള മമ്മൂക്കയും ലാലേട്ടനുള്ള കോമ്പിനേഷനാണ്. എല്ലാം കൊണ്ടും പൊളിയായിട്ടുണ്ട്. 18 വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ മമ്മൂക്ക വന്നപ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടായത് സ്ക്രീനിൽ? അവരുടെ ആ കോമ്പിനേഷൻ, ആ സീൻസാണ് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്. മൊത്തത്തിൽ പൊളിയായിട്ടുണ്ട്. 100 കോടി പ്ലസ് ആയിരുന്നു മേക്കിംഗ്. അപ്പം വിഷ്വൽ ട്രീറ്റൊക്കെ അടിപൊളിയാണ്. കാര്യം മലയാള സിനിമ കാണാത്ത രീതിയിലുള്ള വിഷ്വൽ ട്രീറ്റൊക്കെ ഉണ്ട്. മൊത്തത്തിൽ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. മഹേഷ് നാരായണൻ ചിത്രം മേക്കിംഗ് ആയാലും പിന്നെ ഏറ്റവും എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത് സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്കാണ്. BGM ആണ് ഏറ്റവും പടത്തിന് അപ്പ് ചെയ്യുന്നുണ്ട്. ഏറ്റവും നന്നായിട്ട് അപ്പ് ചെയ്യുന്നുണ്ട്. രജനീകാന്തിന് അനിരുദ്ധ് പോലെ മമ്മൂക്കയ്ക്ക് സുഷിൻ ശ്യാം ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് കുറച്ചുകൂടെ ക്ലാസ്, നമുക്ക് ഈ ടേക്ക് ഓഫ് കണക്ക് ഒരു കണ്ടന്റ് ഓറിയന്റഡ് ഒരു പടമാണ്. അപ്പോൾ അതിനകത്ത് മമ്മൂക്ക ലാലേട്ടൻ ആ കോമ്പിനേഷനാണ് സെക്കൻഡ് ഹാഫിൽ. ക്ലൈമാക്സ് ഒക്കെ യൂഷ്വൽ ക്ലൈമാക്സും ഇതൊക്കെയാണ്. എന്നാലും ലാലേട്ടനും മമ്മൂക്കയോടുള്ള ഒരുമിച്ചുള്ള കോമ്പിനേഷനാണ് ഏറ്റവും അടിപൊളി. മൊത്തത്തിൽ അടിപൊളി പടമാണ്. മൊത്തത്തിൽ 100 കോടി അടിക്കും മമ്മൂക്കയ്ക്ക്. അത് കളക്ഷനൊക്കെ നമുക്ക് ഇനി പറയാൻ പറ്റില്ല. പക്ഷേ ഒരു മഹേഷ് നാരായണൻ്റെ മുൻപത്തെ ടേക്ക് ഓഫ് മാലിക കണക്ക് ഒരു ക്ലാസ് പടമാണ്. ഒരുപാട് കൊമേഴ്ഷ്യൽ ലെവലൊന്നും പ്രതീക്ഷ വരുന്നത്. കൊമേഴ്ഷ്യൽ മാസ് പടം പ്രതീക്ഷ വരുന്നവർക്ക് അത് വരത്തില്ല. ഒരു ക്ലാസ് കൊണ്ട് എന്നാലും അത്യാവശ്യം മാസ് കണ്ടെടുത്ത് അതെല്ലാം ഉള്ള അടിപൊളി പടമാണ്. എല്ലാ എലമെന്റ്സും ഫാസ്റ്റ് ഫാസിലും കുഞ്ചാക്കോനും എല്ലാവരും ആക്ടിങ് എല്ലാവരുടെ അടിപൊളി. ഓക്കെ, മമ്മൂക്ക ലാലേട്ടനെ വന്നപ്പോൾ എങ്ങനെയുണ്ട് സിനിമ? നല്ലതാണ്, നല്ല ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂക്ക ലാലേട്ടനെ ഒരുമിച്ച് വന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ സ്ക്രീനിൽ കണ്ടപ്പോൾ? നല്ലതാണ്, ഇഷ്ടപ്പെട്ടു. കൈയടിക്കൊക്കെ ചെയ്തു. കുഞ്ചാക്കോ ബോബന് ഫാസ്റ്റിലൊക്കെ കൊള്ളാം. കുഞ്ചാക്കോ ബോബനൊക്കെ ഇഷ്ടപ്പെട്ടോ? പതുക്കെ തന്നെ കൈയടിക്കുന്ന മോൻ നല്ലോണം കൈയടിച്ച. മമ്മൂക്കയെ കണ്ടപ്പോ കൈയടിച്ച. മമ്മൂക്കയാണോ മോഹൻലാലിന്? എങ്ങനെയാണ്, മമ്മൂക്കയാണോ ലാലേട്ടനാണ് ഇഷ്ടപ്പെട്ട? രണ്ടുപേരും ഇഷ്ടപ്പെട്ടു. സിനിമ ഇഷ്ടപ്പെട്ടല്ലോ? ഫാമിലിക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. എങ്ങനെയാണ്? ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? എല്ലാം അടിപൊളി. മേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടിരുന്നു. നല്ല ക്ലൈമാക്സ് ഒക്കെ എങ്ങനെ? ഒത്തിരി നാളായിട്ടാണ് കാണുന്ന സിനിമ. രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ള എല്ലാവരും ഉണ്ടല്ലോ. നയൻതാര, കുഞ്ചാക്കോ ബോബൻ, എല്ലാവരും തകർത്തു. എങ്ങനെയുണ്ട്? കൊള്ളാം, ശരി. നല്ല പടമാണ്. ഫാമിലിക്കൊക്കെ അത്യാവശ്യം കാണാൻ പറ്റുന്ന. അതെ സെറ്റപ്പ് പടമാണ്. മമ്മൂക്ക ലാലേട്ടൻ ഒരുമിച്ച് വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, സെറ്റപ്പ് പടമാണ്. തിയേറ്ററിൽ തന്നെ കാണാൻ നല്ല പടം. തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ്. അതെ സെറ്റപ്പാണ്. ഓക്കെ, എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു. എല്ലാം ഇഷ്ടമാണ്. മമ്മൂക്ക ലാലേട്ടനൊക്കെ ഒരുമിച്ച് വന്ന പെർഫോമൻസ് ഒക്കെ നല്ലതായിരുന്നു. രണ്ടുപേരും കൂടെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരുമിച്ച് വരുന്നത്. അപ്പോൾ ഒരു സ്ക്രീനിൽ കിട്ടിയോ? തീർച്ചയായും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നല്ല പിന്നെ പറയണ്ടല്ലോ, രണ്ടുപേരും കൂടെ ചേർന്ന് വരുന്ന പടം എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അതിൻ്റെതായ എല്ലാ രീതികളും അതിനകത്തുണ്ടായിരുന്നു. കൊള്ളായിരുന്നു. നല്ല പ്രേക്ഷകർക്ക് നിരാശയൊന്നും ആയില്ലല്ലോ? എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇല്ല, കുഴപ്പമില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് ഞാൻ പ്രതീക്ഷിച്ച അത്ര വന്നിട്ടില്ല. പക്ഷെ പടം ഓവറോൾ നല്ലതാണ്. ആ മെസ്സേജ് അവർ പറഞ്ഞേക്കുന്ന ഒരു റെലവൻ്റ് ആയിട്ട് ഇപ്പം നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടുന്നൊരു മെസ്സേജ് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ മോഹൻലാലും മമ്മൂട്ടികളും ഒരുമിച്ച് വരുമ്പോൾ പക്ഷെ വസാപ്പ് അടിപൊളിയായിരുന്നു. ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, അത് അടിപൊളിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്ത രീതി കുറച്ചുകൂടി നല്ലതാക്കാമായിരുന്നു. എക്സ്പെക്ടേഷൻ ആയിരുന്നു പ്രശ്നം. നമ്മള് മറ്റേ 2020 ലെവലൊന്നും പ്രതീക്ഷിച്ചു വരരുത്. ജയിലർ മറ്റേ പാട്ടടി, അനിരുദ്ധിന്റെ പാട്ടടിയും അതൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ സുഷിൻ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. അത് അടിപൊളിയായിരുന്നു. പക്ഷെ ഓവറോൾ പക്ഷെ ഞാൻ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്തു. എക്സ്പെക്ട് ചെയ്തു വന്നാൽ നിരാശപ്പെടും. പക്ഷെ ഒരു നല്ല പടം. സ്ക്രിപ്റ്റിംഗ് ഒക്കെ കുറച്ച് ഈ ടെക്നിക്കൽ ടൈമുകൾ കുറെ കൂടുതലാണ്. അപ്പോൾ കുറച്ച് മനസ്സിലാക്കാൻ കുറച്ചുകൂടി നമ്മൾ കഥയിലോട്ട് എത്തിപ്പെടാൻ കുറച്ച് പ്രശ്നമാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. കുറേ ടെക്നിക്കൽ ടൈമുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ആ മെസ്സേജ് ഭയങ്കര റെലവൻ്റ് ആണ്. ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാധനമാണ്. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് വരരുത്. അത്രേ ഉള്ളൂ. പടം മമ്മൂക്ക ലാലേട്ടൻ പൊളിച്ചിരിക്കുകയാണ്. ഫഹദ്, കുഞ്ചാക്കോ, പിന്നെ ആർക്കും ഒരു കാമിയോ റോൾ ഇതിനകത്തുണ്ട്. കാമിയോ ഉണ്ട്. അത് പറയാൻ പറ്റത്തില്ല. അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അത് ഭയങ്കര ലാസ്റ്റ്. പടം 100 കോടി അടിക്കും അത് പറയാൻ പറ്റത്തില്ല. മേക്കിംഗ് എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാം VFX എല്ലാം പൊളിയായിരുന്നു. ലാലേട്ടൻ പ്രത്യേകിച്ച് അടിപൊളി പൊളിച്ചിട്ടുണ്ട്. പടം പൊളി. വെറുതെ അല്ല, അടിപൊളി പടം.